ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യമുന വിത്ത് പ്രമോദ് ബ്ലോഗ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അയിരൂരാണ്. കൊറ്റാറ്റൂർ ചുണ്ടൻവള്ളം ഇന്ന് നീറ്റിലിറക്കുകയാണ്. ആറന്മുള ഉത്രട്ടാതി ജലമേളയോടനുബന്ധിച്ചാണ് ചുണ്ടൻവള്ളങ്ങൾ. ഓരോ കരക്കാരും പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദി തീരത്ത് ഒത്തിരി കരകളുണ്ട്. ആ കരക്കാരെല്ലാം ഓരോ വള്ളമുണ്ട്. ഇത് കൊറ്റാറ്റൂർ കരയാണ്, അതുപോലെ തന്നെ മേലുകരക്കര, അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ, അങ്ങനെ ഒത്തിരി വള്ളങ്ങളുണ്ട്. നമ്മുടെ ചുണ്ടൻവള്ളങ്ങൾ എന്ന് പറയും. ചുണ്ടൻവള്ളങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഇതൊക്കെ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ നിങ്ങളെല്ലാവരും കാണുന്നതാണ് ഈ ചുണ്ടൻവള്ളങ്ങൾ. അപ്പം ഇത് നീറ്റിലിറക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഓരോ കരക്കാരും ഉണ്ട്. അതിൻ്റെ സമയമൊക്കെ നോക്കി ഓരോ കരക്കാരും ഇറക്കുന്നുണ്ട്. ഇന്ന് കൊറ്റാറ്റൂർക്കാരാണ് ഇത് ഇറക്കിയേക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മേലുകരക്കാർ ഇന്നിവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസുകളും പുറകെ വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക, അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓരോ കരക്കാർക്കും ഇത് ഒരാഘോഷമാണ്. ആറന്മുള ഉത്രട്ടാതി ജലമേളയോട് തന്നെ ഏതാണ്ട് 52 പള്ളിയോളങ്ങളോളം ഉണ്ട്. ഇതിന് ചുണ്ടൻവള്ളങ്ങളെന്നും പള്ളിയോടങ്ങളെന്നും ഇങ്ങനെ പറയാറുണ്ട്. അപ്പം 52 പള്ളിയോടങ്ങളോളം ഉണ്ട്. അപ്പം അത് ഉത്രട്ടാതി ജലമേളയ്ക്കാണ് ഇത് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഓരോ വള്ളംകളികൾ അറിയാമല്ലോ. അതിൽ പുതിയ വള്ളംകളിയുണ്ട്, റാന്നിയിലുണ്ട്, അങ്ങനെ നിരവധി വള്ളംകളികളുണ്ട്. അതിലെല്ലാം ഇത് പങ്കെടുക്കാറുണ്ട്. ഇത് 2 ബാച്ച് പള്ളിയോട്, എ ബാച്ച് പള്ളിയോടവും ബി ബാച്ച് പള്ളിയോടവും എന്നിങ്ങനെ തിരിച്ചിട്ട് തന്നെയുണ്ട് ഈ പള്ളിയോടങ്ങളെ. അപ്പം ഇതിൻ്റെയൊക്കെ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഓരോ കരക്കാർക്കും ഇതൊരാഘോഷമാണ്. ഇത് കൊറ്റാറ്റൂർ കരക്കാരുടെ ഒരാഘോഷമാണ്. ഈ ആഘോഷം നിങ്ങൾ നമുക്ക് തന്നെ കാണാം. ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇത് കണ്ടോ, അയിരൂർ പുതിയകാവ് വള്ളമാണ് പോകുന്നത്. ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് കാഴ്ചയാണ്. ഇന്ന് ആദ്യം ഇറങ്ങിയ വള്ളമാണിത്, പക്ഷേ നമുക്കെടുക്കാൻ പറ്റിയില്ല. ഇത് എല്ലാ വർഷവും ഇതുപോലെ ചടങ്ങുകളുണ്ട്. ഈ വള്ളങ്ങൾ നമ്മൾ നീറ്റിലിറക്കുമ്പം കരക്കാരുടെ ഒരു സന്തോഷം അത് തന്നെ വലിയ വളരെ മനസ്സിന് സംതൃപ്തി നൽകുന്നത് കൂടിയാണ്. കാരണം ഓരോ വഞ്ചിപ്പാട്ടുമൊക്കെ പാടി ഓരോ കരക്കാരും ഇങ്ങനെ വള്ളമിറക്കി ആറന്മുള വള്ളസദ്യയ്ക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട്. വള്ളസദ്യ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിരവധി വള്ളസദ്യയാണ് ഈ വർഷവും ഉള്ളത്. ഈ വള്ളസദ്യക്കൊക്കെ ഓരോ കരക്കാരാണ് അയക്കുന്നത്. ആ കരയിലെ വള്ളങ്ങളാണ് ഓരോ വള്ളസദ്യക്കും ചെല്ലുന്നത്. വള്ളത്തെ വഞ്ചിപ്പാട്ടുമൊക്കെ പാടിപ്പോകുന്ന ഒരു സൗന്ദര്യം, അതിൻ്റെ ഭംഗി ഇനി ഒരു ആറന്മുള ഉത്രട്ടാതി കഴിയുന്നത് വരെ കഴിഞ്ഞാലും ഉണ്ട് കുറച്ച് ദിവസത്തേക്ക്. ഈ വള്ളസദ്യകൾ കഴിയുന്നിടം വരെ ഇതൊരാഘോഷമായിട്ട് തന്നെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ വള്ളം നീറ്റിലിറക്കിയിരിക്കുകയാണ്. എല്ലാവരും കൂടെ അതിമനോഹരമായിട്ട് തന്നെ ഈ വള്ളം നീറ്റിലിറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഓരോ ദിവസവും വള്ളസദ്യ അനുസരിച്ച് ഓരോ കരക്കാരും അങ്ങനെ ഓരോ വള്ളങ്ങളും ഓരോ കരക്കാരും കൊണ്ട് ഓരോ ദിവസം വള്ളസദ്യയ്ക്ക് പോകുന്നതാണ് ആറന്മുളയിലേക്ക്. അതുപോലെ തന്നെ ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇനിയുള്ളത്. ഓരോരുത്തരും തുഴച്ചിൽ കാര്യങ്ങളും പരിശീലനവും കാര്യങ്ങളും ഒക്കെയാണ് ഓരോ ദിവസങ്ങളും ഇനിയുള്ളത്. ഇതിൻ്റെ തന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.